അപ്പോൾ നമുക്കിത് നല്ലൊരു അയലക്കറി വെച്ചാലോ, നല്ല ഫ്രഷ് അയലയാണേ. അപ്പോൾ നമുക്കത് നല്ലൊരു അരവുണ്ടാക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ തേങ്ങ, ഉള്ളി, തക്കാളി, വറ്റൽമുളക്, കാശ്മീരി മുളക്, ഇഞ്ചി, ചെറിയ ജീരകം, പുളി. അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും ഒന്നും തിന്നില്ല, അവർ ഇതൊന്ന് പെറുക്കി എടുത്ത് വെക്കും. അപ്പോൾ ഇതാകുമ്പോൾ ഒന്നും പ്രശ്നമില്ല, നമുക്ക് എല്ലാം കൂടെ അരച്ച് പിന്നെ നമുക്ക് എളുപ്പത്തിലായി. എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് ഈസി ആയിട്ടായില്ലേ. അപ്പോൾ നമ്മളത് ചട്ടിയിലോട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുക. അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ടത് അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച് അയലമീനും കൂടെ അതിലോട്ട് ചേർക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും പിന്നെ ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തതും. അപ്പോൾ ലാസ്റ്റിൽ ചേർക്കുമ്പോഴത്തേക്ക് ആ പച്ചമുളകിൻ്റെ ഒരു നല്ലൊരു മണം നമുക്കതിന് കിട്ടും. പച്ചമുളക് പിന്നെ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് താളിച്ച് ഒഴിക്കാം. ചെറിയൊരു സവോള കട്ട് ചെയ്ത് താളിച്ച് ഒഴിക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.